ഗൈസ് വെൽക്കം ടു മെഡ്ഹെഡപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, പക്ഷെ അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. അതിന് റീസൺ എന്താ വെച്ചാൽ ഈ ഒരു ചാപ്റ്ററിനേക്കാൾ കൂടുതൽ വെയിറ്റേജ് മറ്റുള്ള ചാപ്റ്ററുകൾക്ക് നോക്കുമ്പോൾ ഉണ്ടായിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. സോ റേഡിയോ ആക്ടിവിറ്റി നോക്കാം. സോ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫിനോമിനയാണ് വെയർ ഇൻ അറ്റോമിക് ന്യൂക്ലിയ അണ്ടർഗോ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ. സോ ഈ അറ്റോമിക് ന്യൂക്ലിയയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് റേഡിയേഷൻസ് എമിറ്റ് ചെയ്യുന്ന ഒരു ഫിനോമിനയാണ്. അതായതുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നത് കൊണ്ട് ചെറിയ ട്രാൻസ്ഫോർമേഷൻസ് നടക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെന്റ് ഐസോട്ടോപ്പുകളാവുകയോ അല്ലെങ്കിൽ എലമെന്റുകളാവുകയോ ചെയ്യും. സോ ഡെഫിനേഷൻ പറയുന്നത് റേഡിയോ ആക്ടിവിറ്റി ഇസ് എ ഫിനോമിനൻ വെയർ ഇൻ അറ്റോമിക് ന്യൂക്ലിയ അണ്ടർഗോ സ്പോണ്ടേനിയസ് എമിഷൻ ഓഫ് റേഡിയേഷൻ റിസൾട്ടിംഗ് ഇൻ ദെയർ ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു ഡിഫറെന്റ് ഐസോട്ടോപ്സ് ഓർ എലമെന്റ്. ഓക്കെ അല്ലേ? ദിസ് ഇസ് നാച്ചുറൽ പ്രോസസ് ഒക്കേഴ്സ് ഇൻ സെവറൽ ടൈപ്പ്. സോ ഇതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. സോ സെവറൽ ടൈപ്പുകളുണ്ട്. അതിൽ വരുന്ന കുറച്ച് റേഡിയേഷൻസ് ആണ് ആൽഫ, ബീറ്റ, ഗാമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും. സോ ആൽഫ, ബീറ്റ, ഗാമയുടെ മേജർ ക്യാരക്ടറിസ്റ്റിക്സ് ഞാൻ ആദ്യം പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ പറയുവാണെങ്കിൽ ആൽഫയുടെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുവാണെങ്കിൽ പെനിട്രേഷൻ, അതായത് ഒരു വോൾ വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പർ വെച്ച് കഴിഞ്ഞാൽ പോലും അതിന് എത്ര പെനിട്രേഷൻ ഉണ്ടെന്ന് നോക്കൂ കേട്ടോ. ആൽഫയാണ് എന്നുണ്ടെങ്കിൽ പെനിട്രേഷൻ പവർ എന്ന് പറയുന്നത് കുറവായിരിക്കും, എന്നാൽ അയോണൈസേഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, ഇനി ബീറ്റിനെ പറ്റി പറയാൻ പോവാണ്. ഇവിടെ എന്ന് വെച്ചാൽ പെനിട്രേഷൻ പവർ ഇതിനേക്കാൾ 100 മടങ്ങ് കുറച്ച് കൂടുതലാണ്. എന്താണ്, ഇതിൻ്റെ അയോണൈസേഷൻ പവർ കുറവാണ്, ഇതിനേക്കാളും ആൽഫയെക്കാളും കുറച്ച് കുറവാണ് എന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുമ്പോൾ ഗാമയാണ്. ഗാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പെനിട്രേഷൻ പവർ ഭയങ്കര കൂടുതലാണ്, അതിൻ്റെ അയോണൈസേഷനോ ഒട്ടുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇതാണ് ഇതിന്റെ ബേസിക് ക്യാരക്ടേഴ്സ് പറയാം കേട്ടോ. ഇനി ആൽഫ റേസ് ആണെങ്കിൽ കമ്പോസ്ഡ് ഓഫ് ഹീലിയം ആറ്റംസ് വിത്ത് എ മാസ് ഓഫ് 4 അറ്റോമിക് മാസ് യൂണിറ്റ് ആൻഡ് എ പോസിറ്റീവ് ചാർജ് ഓഫ് 2. അതായത് പോസിറ്റീവ് ചാർജ് 2 ആയിരിക്കും ആൻഡ് ഹീലിയം ആറ്റം വിത്ത് എ മാസ് ഓഫ് 4 അറ്റോമിക് മാസ് യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ബീറ്റ റേസ് ആണെങ്കിൽ ഹൈലി എനർജറ്റിക് ഇലക്ട്രോൺ വിത്ത് എ ന്യൂട്രൽ ചാർജ് ആണ്. ഹൈലി എനർജറ്റിക് ഇലക്ട്രോൺ വിത്ത് ന്യൂട്രൽ ചാർജ്. ഇനി ഗാമയാണെങ്കിലോ ന്യൂട്രൽ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് ആയിരിക്കും വിത്ത് ഹയർ പെനിട്രേഷൻ പവർ ആൻഡ് നോ അയണൈസേഷൻ പവർ. സോ ഇത്രയാണ് ഇതിന്റെ ക്യാരക്ടേഴ്സ്. അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. കാര്യം നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും റേഡിയോ ഐസോടോപ്സിൽ നിന്നൊക്കെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി ചോദിച്ചാലും നിങ്ങൾക്ക് ഇത്രയും സംഭവങ്ങൾ നിങ്ങൾക്ക് എഴുതണം. എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. ഇനി സോഴ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആണ്. സോ എവിടെ നിന്നൊക്കെ റേഡിയോ ആക്ടിവിറ്റി കിട്ടാം എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ ഈസ് നാച്ചുറലി ഒക്കറിംഗ് സോഴ്സ് ആണ്. റെഡോൺ ഫ്രം യുറേനിയം ആൻഡ് തോറിയം ഡീകെ, പൊട്ടാസ്യം 40 ഫൗണ്ട് ഇൻ മിനറൽസ് ആൻഡ് പ്ലാന്റ്സ്, കാർബൺ 14 ഫൗണ്ട് ഇൻ ഓർഗാനിക് ടിഷ്യൂ. അതായത് നാച്ചുറലി ഒക്കറിംഗ് റേഡിയോ ആക്ടിവിറ്റി ഉള്ള റേഡിയോ എലമെന്റ്സുകളെയാണ് പറയുന്നത്. റെഡോൺ യുറാനിയത്തിൽ നിന്ന്, തോറിയം ഡീക്കയിൽ നിന്ന്, പൊട്ടാസ്യം 40 മിനറൽസും പ്ലാന്റ്സിൽ നിന്ന്, കാർബൺ 40 ഫൗണ്ട് ഇൻ ഓർഗാനിക് ടിഷ്യൂസ്. ഇത്രയുമാണ് നാച്ചുറലി ഒക്കറിംഗ് സോഴ്സ്. ഇനി മാൻമെയ്ഡ് ആണ്, നമ്മൾ ഉണ്ടാക്കിയതാണ്. മെഡിക്കൽ ഐസോടോപ്സ് ഉണ്ട്. ഇപ്പോൾ റേഡിയോ തെറാപ്പി ഒക്കെ ചെയ്യുന്ന ആൾക്കാരില്ലേ, അവർക്ക് ഇതാണ് കൊടുക്കുക. കൺസ്യൂമർ പ്രൊഡക്ട്സ് ലൈക്ക് സ്മോക്ക് ഡിറ്റക്ടേഴ്സ്, ഫാൾ ഔട്ട് ഫ്രം ന്യൂക്ലിയർ ടെസ്റ്റിംഗ്, എമിഷൻ ഫ്രം ന്യൂക്ലിയർ പവർ പ്ലാന്റ്. സോ ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ നിന്നൊക്കെ പുറത്തേക്ക് എമിറ്റ് ആവുന്നതോ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ കുറച്ച് പുറത്തേക്ക് വരുന്നതോ ഈ സ്മോക്ക് ഡിറ്റക്ടേഴ്സിലില്ലേ അതിലുള്ള പ്രൊഡക്ട്സുകൾ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മാൻമെയ്ഡ് സോഴ്സുകൾ. ഇനി സ്റ്റേബിൾഡ് ഐസോടോപ്സ് ഉണ്ട്. ആറ്റംസ് കണ്ടെയ്ൻ പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ ദിയർ ന്യൂക്ലിയർ. അതായത് പ്രോട്ടോണും ന്യൂട്രോണും ഉള്ളതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ഐസോടോപ്സ് എന്ന് പറയുന്നത്. ഇത് 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സോ എന്തൊക്കെയാണ് അത്? ആറ്റം കണ്ടെയ്നിങ് പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഇൻ ദിയർ ന്യൂക്ലിയർ ഈസ് കോൾഡ് സ്റ്റേബിൾഡ് ഐസോടോപ്പ്. സ്റ്റേബിൾഡ് ഐസോടോപ്പ് ഹാവ് എ ഫിക്സഡ് നമ്പർ ഓഫ് പ്രോട്ടോൺ ബട്ട് വേരിയിങ് നമ്പർ ഓഫ് ന്യൂട്രോൺ. പ്രോട്ടോൺ എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും, എന്നാൽ ന്യൂട്രോൺ എന്തായിരിക്കും? മാറിക്കൊണ്ടിരിക്കാം, ഡിഫറെൻ്റ് ആയിക്കൊണ്ടിരിക്കാം. സോ ഒന്നും കൂടെ പറയാം, ഐസോടോപ്പിലെ പ്രോട്ടോൺ ഫിക്സഡ് ആണ്, ന്യൂട്രോൺ വേരി ചെയ്യാം. ദേ ഡു നോട്ട് ഡീകേ ഇൻ ടു അതർ എലമെന്റ് ആൻഡ് ആർ റെസ്പെക്റ്റഡ് ബൈ സിംബൽ ലൈക്ക് 12C ഫോർ കാർബൺ വിത്ത് 6 പ്രോട്ടോൺ ആൻഡ് 6 ന്യൂട്രോൺ. അപ്പം ഇതിൻ്റെ എലമെന്റ്സുകൾക്ക് ഡീക്കേയിങ് ഒന്നും ഇല്ല. പിന്നെ അത് മാത്രമല്ല, ഈ നമ്മൾ സിമ്പിൾസ് വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് 12C, അതായത് കാർബൺ വിത്ത് 6 പ്രോട്ടോൺ, 6 പ്രോട്ടോണും 6 ന്യൂട്രോണും ഉള്ളത് കൊണ്ട് 12C എന്ന് നമ്മൾ സിമ്പിൾ പറയും. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് സ്റ്റേബിൾഡ് ഐസോടോപ്പ് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇനി റേഡിയോ ആക്റ്റീവ് ഡീകേ. അപ്പം നമ്മൾ പറഞ്ഞു ഡീകേ ആവില്ല എന്ന് പറഞ്ഞു. എന്താ റേഡിയോ ആക്റ്റീവ് ഡീകേ? ദ പ്രോസസ് ബൈ വിച്ച് അൺസ്റ്റേബിൾ അറ്റോമിക് ന്യൂക്ലിയർ ലോസ് എനർജി ബൈ എമിറ്റിംഗ് റേഡിയേഷൻ ഇൻ ദ ഫോം ഓഫ് ആൽഫ പാർട്ടിക്കിൾ, ബീറ്റ പാർട്ടിക്കിൾ ഓർ ഗാമ പാർട്ടിക്കിൾ. അതായത് ഈ
ഇരിക്കുന്ന ഈ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റ് ഉണ്ടാവുമല്ലോ, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആൽഫയും ബീറ്റയും ഗാമയും ഒക്കെ എമിറ്റ് ചെയ്ത് ലോസ് ചെയ്ത് നഷ്ടപ്പെട്ടു പോകും. അതായത് അൺസ്റ്റേബിൾ ആണ്. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, റേഡിയേഷൻസ് അല്ലെങ്കിൽ റേഡിയോ ആക്ടിവിറ്റി കാണിച്ചു കൊണ്ടേയിരിക്കും. ആൽഫയും ബീറ്റയും ഗാമയും പൊക്കോണ്ടേയിരിക്കും കേട്ടെ. ഇനി ഈച്ച് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ഹാവ് എ ക്യാരക്ടറിസ്റ്റിക് ഹാഫ് ലൈഫ് റെപ്രസെന്റ് ദ ടൈം ടേക്കൺ ടു ഹാഫ് ഓഫ് ഇറ്റ്സ് ന്യൂക്ലിയർ ടു ഡീകേ. അതായത് ഇത് നമുക്കൊരു ഇനി ഹാഫ് ലൈഫ് എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് ഹാഫ് ലൈഫ് എന്ന് പറയാറുണ്ട്. സോ ഓരോ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനും ഒരു ഹാഫ് ലൈഫ് ഉണ്ട്. അതായത് പകുതിയാകാൻ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ 5% ആൽഫ, 5% ബീറ്റ, 5% ഗാമ എങ്കിൽ അത് 3.5 ആകാൻ എടുക്കുന്ന ആ ഒരു ടൈമില്ലേ, അതിനെയാണ് നമ്മൾ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത്. ഹാഫ് ലൈഫ് എന്താണെന്ന് ലാസ്റ്റ് ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അവിടെ നോക്കാം കേട്ടോ. ഇനി യൂണിറ്റ്സ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആണ്. ഫിസിക്കൽ യൂണിറ്റ് ഉള്ളത് 6 CI, ക്യുറൈ ആൻഡ് റോജൻ്റ് ആണ്. ആൻഡ് ബയോളജിക്കൽ യൂണിറ്റ് ഉണ്ട്, ഗ്രേ, റാഡ്, റിലേറ്റീവ്ലി ബയോളജിക്കൽ എഫക്റ്റീവ്നെസ്. സോ നമ്മൾ യൂണിറ്റുകൾ പറയില്ലേ, പൈ എന്നൊക്കെ പറയില്ല, അതുപോലുള്ള ഒരു യൂണിറ്റ് മാത്രമാണ്. സോ യൂണിറ്റുകൾ ഇത്രയുമാണ്, ജസ്റ്റ് നോക്കി വെച്ചാൽ മാത്രം മതിയായിരിക്കും. സോ ഡിറ്റക്ഷൻ ആൻഡ് മെഷർമെൻറ്റ് ഓഫ് റേഡിയോ ആക്ടിവിറ്റി ആണ്. സോ എങ്ങനെയാണ് നമുക്ക് റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ നമുക്ക് അറിയാൻ പറ്റുക, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക, മെഷർ ചെയ്യാൻ പറ്റുക. ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. എന്നാൽ നമുക്ക് പണ്ട് മുതലേ ഫോളോ ചെയ്യുന്ന കുറച്ച് ടെക്നിക്കുകളെ പറ്റി പറയാം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഗിഗർ മുള്ളർ കൗണ്ടർ മെത്തേഡ് ആണ്. സോ ഗിഗർ മുള്ളർ കൗണ്ടർ മെത്തേഡിൻ്റെ ഒരു ഡയഗ്രാം ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, നമ്മുടെ റെഫറൻസ് നോട്ടിൽ ഉണ്ടാവും. സോ അതൊക്കെ നോക്കുക, അത് പഠിക്കുക, അത് അതുപോലെ വരയ്ക്കുക, ചോദിക്കുവാണ് കേട്ടോ. ഇൻവോൾവ് എ ട്യൂബ് ഫിൽഡ് വിത്ത് ആർഗൺ ഗ്യാസ് അറ്റ് റെഡ്യൂസ്ഡ് പ്രഷർ. ഇത് ഒരു ട്യൂബ് ഉണ്ടാകും, അതിനകത്ത് ആർഗൺ ഗ്യാസ് ഉണ്ടായിരിക്കും, റെഡ്യൂസ്ഡ് പ്രഷറിലായിരിക്കും വെച്ചിട്ടുണ്ടായിരിക്കാം. എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് അറൌണ്ട് 1000 വോൾട്ട് ഈസ് അപ്ലൈഡ് അക്രോസ് 2 ഇലക്ട്രോഡ്സ്. 2 ഇലക്ട്രോഡ്സിന് ഇടയിലായിട്ട് ഒരു 1000 വോൾട്ട് നിന്നും അപ്ലൈ ചെയ്യുവാണ് ചെയ്യാം. വെൻ ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിൾ എൻ്റർ ദ ട്യൂബ് ത്രൂ എ മിക്ക വിൻഡോ ആർഗൺ ഗ്യാസ് ഗെറ്റ് അയണൈസ്ഡ്. അതായത് ഒരു കുഞ്ഞു വിൻഡോ, ഒരു ബോക്സ് പോലെ ഉണ്ടാവുക, ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ടായിരിക്കും, ഇവിടെ ഒരു മിക്ക വിൻഡോ ഉണ്ടായിരിക്കും. ഇതിനകത്തൂടെ എന്ത് ചെയ്യുന്നു, റേഡിയേഷൻ എമിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു, ഈ ട്യൂബിനകത്തുള്ള എന്ത് നടക്കുന്നു, ആൽഫ ഓർ ബീറ്റ പാർട്ടിക്കിൾ എൻ്റർ ദ ട്യൂബ് ത്രൂ എ മിക്ക വിൻഡോ ആർഗൺ ഗ്യാസ് ഗെറ്റ് അയണൈസ്ഡ്. ഇതിനകത്തിരിക്കുന്ന ആർഗൺ ഗ്യാസ് നിന്നു അയണൈസ് ആകുന്നു. ഓക്കെ, പോസിറ്റീവ്ലി ചാർജ് ആർഗോൺ അയൺ ആർ അറ്റാച്ച് ടു ദ കാഥോഡ്. പോസിറ്റീവ് എവിടെ പോവും, കാഥോഡിലേക്ക് പോവും. നെഗറ്റീവ് എവിടെ പോവും, ആനോഡിലേക്ക് പോവും. അത് നമുക്കറിയാം അല്ലേ. ദ മൂവ്മെന്റ് ഓഫ് ജനറേറ്റ് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ഫോർ ഈച്ച് പാർട്ടിക്കിൾ എൻറ്ററിംഗ് ദ ട്യൂബ്. സോ ആ സമയം എന്ത് നടക്കുന്നു, അവിടെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ആവുകയും അവിടെ ഇലക്ട്രോഡ്സിന് ബിറ്റ്വീൻ ഇടയിലാണല്ലോ ഈ ട്യൂബ് ഇരിക്കുന്നത്, അപ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ആവുന്നു. ദീസ് ഇമ്പൾസ് ആർ കണ്ടക്റ്റഡ് ബൈ ഓട്ടോമാറ്റിക് കൗണ്ടർ. സോ ഇത് ഈ വരുന്ന ഇമ്പൾസിൽ എത്ര ഇമ്പൾസ് വരുന്നു അതെല്ലാം ഈ ഓട്ടോമാറ്റിക് കൗണ്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ കൗണ്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അലോ ഡിറ്റർമിനേഷൻ ഓഫ് റേഡിയോ ആക്റ്റീവ് ഇൻറ്റൻസിറ്റി ബേസ്ഡ് ദ നമ്പർ ഓഫ് പൾസ് പെർ മിനിറ്റ്. ഓരോ മിനിറ്റിലും എത്ര പൾസ് വന്നു എന്നുള്ളത് അറിയാണ് ചെയ്യുക. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഇതൊരു ട്യൂബ് ഉണ്ട്, അത് ആർഗൺ ഗ്യാസ് ഉണ്ട്, എപ്പോഴാണോ ആൽഫ ഗാമ വരുന്നത് അയോണൈസ് ആവുകയാണ് ചെയ്യുന്നത്. പിന്നെ 2 ഇലക്ട്രോഡ് ഉണ്ട്, അവിടെ 1000 വോൾട്ട് ആണ് അതിന് ഡിഫറൻസ് ഉള്ളത്. സോ എപ്പോഴാണോ ഇത് വരുന്നത് അയോണൈസ് ആവുന്നു. അപ്പം ആനോഡ് എവിടെ പോവും, കാഥോഡ് എവിടെ പോവും, ആനോഡ് നെഗറ്റീവ്, കാഥോഡ് പോസിറ്റീവിലേക്ക് പോവും. ആ സമയത്ത് ഈ മൂവ്മെൻറ്റുകൾ, ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ എന്താണ് ഈ അട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് കാരണം അവിടെ എന്തുണ്ടാക്കും, ഒരു ഇലക്ട്രിക് ഇമ്പൾസ് ഇലക്ട്രോഡ്സിനിടയിൽ ഉണ്ടാവുകയും ആ ഒരു ഇമ്പൾസിന് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക് കൗണ്ടർ കൗണ്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഗിഗർ മുള്ളർ കൗണ്ടർ മെത്തേഡിൻ്റെ പ്രിൻസിപ്പിൾ കേട്ടോ. ഇനി സിൻഡിലേഷൻ കൗണ്ടർ മെത്തേഡാണ്. സോ യൂട്ടിലൈസേഷൻ സിൻഡിലേഷൻ മീനിങ് എ ഫ്ലാഷ് ഓഫ് ലൈറ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. സോ ഒരു സിൻഡിലേഷൻ തന്നെ പറയും, അല്ലെങ്കിൽ സിൻഡിലേഷൻ ടെക്നിക്ക് തന്നെയാണ്. ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ്, ഒരു ഒറ്റ ഫ്ലാഷ് ഓഫ് ലൈറ്റ് വരുമ്പം വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ്. സോ ആ ഫ്ലാഷ് ഓഫ് ലൈറ്റിനാണ് കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻവോൾവ് ഫോസ്ഫർ മെറ്റീരിയൽ, എ ഫോട്ടോ മൾട്ടിപ്ലൈ ട്യൂബ്, ഹയർ വോൾട്ടേജ് സപ്ലൈ ആൻഡ് ആംപ്ലിഫയർ, എ പൾസ് ഹൈറ്റ് ഡിസ്ക്രിമിനേറ്റർ ആൻഡ് സ്കെയിലർ. സോ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് വെച്ചാൽ ഒരു ഫോസ്ഫർ മെറ്റീരിയൽ ഉണ്ട്, ഒരു ഫോട്ടോ മൾട്ടിപ്ലയർ ട്യൂബ് ഉണ്ട്, ഒരു ഹയർ വോൾട്ടേജ് സപ്ലൈ ഉണ്ട്, ഒരു ആംപ്ലിഫയർ ഉണ്ട്, ഒരു പൾസ് ഹൈറ്റ് ഡിസ്ക്രിമിനേറ്റർ ഉണ്ട്, ഒരു സ്കെയിലർ ഉണ്ട്. ഇത്രയുമാണ് ഇതിനകത്തുള്ള കണ്ടന്റുകൾ. നേരത്തെ നമ്മൾ അവിടെ എന്താ പറഞ്ഞത്, ട്യൂബ് പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ആർഗൺ ഗ്യാസ് പറഞ്ഞ അതുപോലെയുള്ള കണ്ടൻസുകളാണ്. ഇനി ചാർഡ് പാർട്ടിക്കിൾ ഓർ ഗാമ റേഡിയേഷൻ ഫ്രം എ റേഡിയോ ആക്റ്റീവ് സോഴ്സ് കോസ് ദ
ഫോസ്ഫർ ടു എമിറ്റ് സിൻഡിലേഷൻ. ഈ ചാർജ്ഡ് പാർട്ടിക്കിളോ അല്ലെങ്കിൽ ഗാമ റേഡിയേഷനോ ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ, എവിടെ വരുവാണെങ്കിൽ ഈ ഫോസ്ഫർ മെറ്റീരിയൽ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഫോസ്ഫർ മെറ്റീരിയൽ വന്ന് ടച്ച് ചെയ്യുമ്പം അവിടെ എന്ത് നടക്കുന്നു? ഒരു സിൻഡിലേഷൻ നടക്കുന്നു, ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് വരുന്നു. ദീ സിൻഡിലേഷൻ ഡിറക്ഷൻ ഓൺ എ ലൈറ്റ് സെൻസിറ്റീവ് ഫോട്ടോ മൾട്ടിപ്ലെയർ ട്യൂബ്. ഇനി ഈ സിൻഡിലേഷൻ എവിടെ പോകുന്നു? ലൈറ്റ്സ് ഇപ്പം ഇതിനകത്ത് എന്ത് ചെയ്യുന്നു? ആർഗൺ ഗ്യാസ് ഒന്നും ഇല്ല കേട്ടോ, എന്താണ് ഫോസ്ഫറസ് ആണുള്ളതെന്ന് വെച്ചോളൂ, ഫോസ്ഫർ മെറ്റീരിയൽ ആണെന്ന് വെച്ചോളൂ. ഓക്കെ, ഫോസ്ഫർ മെറ്റീരിയൽ. അപ്പോൾ ഒരു ആൽഫയോ ബീറ്റയോ പോലുള്ള റേഡിയേഷൻ വരികയാണെങ്കിൽ ഇവിടെ വന്ന് തട്ടുകയും ഒരു സിൻഡിലേഷൻ ഉണ്ടാവുകയും ഈ ഫ്ലാഷ് ഓഫ് ലൈറ്റ് എവിടെ വീഴുന്നു? ലൈറ്റ് സെൻസിറ്റീവ് ഫോട്ടോ മൾട്ടിപ്ലെയർ ട്യൂബിലേക്ക് വീഴുന്നു. ഓക്കെ, ഇത് ഡിറ്റക്ട് ചെയ്യുന്നു, ഒരു ആംപ്ലിഫയർ വെച്ചിട്ടുണ്ട്, ആംപ്ലിഫയർ ഇത് ചെയ്യുന്നു, പിന്നെ കൺവെർട്ട് ചെയ്ത് ഇലക്ട്രിക് ഇമ്പൾസ് ആക്കുന്നു. ഈ ഇലക്ട്രിക് ഇമ്പൾസിനെ സ്കെയിലാർ വന്ന് എന്ത് ചെയ്യുന്നു? കൗണ്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. ആൽഫ ബീറ്റ ഗാമ വരുന്നു, ഫോസ്ഫോർ ഇരിപ്പുണ്ട്, ഫോസ്ഫോറെ ടച്ച് ചെയ്യുന്നു, ലൈറ്റ് വരുന്നു, ലൈറ്റ് നേരെ എവിടെ വീഴുന്നു? ലൈറ്റ് സെൻസിറ്റിവിറ്റി ആയിട്ടുള്ള സിൻഡിലേഷൻ ഡിറ്റക്ടർ ഉണ്ട്, ഫോട്ടോ മൾട്ടിപ്ലർ ട്യൂബ് ഉണ്ട്, അവിടെ നിന്ന് എവിടെ പോകുന്നു? ഡിറ്റക്ടർ ഉണ്ട്, അത് ആംപ്ലിഫൈ ചെയ്തു, കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിക് ഇമ്പൾസ് ആക്കി അതിനെന്ത് റെക്കോർഡ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ പരിപാടി. സിമ്പിൾ അല്ലേ? മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായി അല്ലേ? ഇനി സിൻഡിലേറ്റേഴ്സ് ആണ്. 2 ടൈപ്പ് ഓഫ് സിൻഡിലേറ്റേഴ്സ് ആണ് ബേസിക്കലി ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഇസ് ഇനോർഗാനിക് സിൻഡിലേറ്റർ സച്ച് ആസ് ആൽക്കലൈൽ ഹാലൈറ്റ്സ്, NaCl, CSL, ആൽക്കലി ഹാലൈറ്റ്സ് ആണുള്ളത്. 2 ഓർഗാനിക് സിൻഡിലേറ്റേഴ്സ് ഉണ്ട്. എക്സാമ്പിൾ ഇൻക്ലൂഡിങ് ആന്ത്രാസീൻ ആണ്. These methods provide crucial means for detecting and quantifying radioactivity, essentially in field like nuclear science, environmental monitoring, medical diagnosis. So basically നമുക്ക് എന്താണ് നമ്മുടെ സയൻറ്റിഫിക് സ്റ്റഡീസിനും അല്ലെങ്കിൽ മെഡിക്കൽ ഡയഗ്നോസിനൊക്കെ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന 2 സിൻഡിലേറ്റേഴ്സ് ആണ്, ഇനോർഗാനിക് സിൻഡിലേറ്റേഴ്സും ഓർഗാനിക് സിൻഡിലേറ്റേഴ്സും കേട്ടോ. സോ ഈച്ച് മെത്തേഡ് ഓഫൺ ഡിസ്റ്റിങ് അഡ്വാൻറ്റേജ് ഇസ് ചൂസൺ ബേസ്ഡ് ഓൺ ഫാക്ടേഴ്സ് സച്ച് ആസ് സെൻസിറ്റിവിറ്റി, എഫിക്കസി, അപ്ലൈഡ് റിക്വയർമെന്റ്. സോ ഏത് ടൈപ്പ് സിൻഡിലേറ്റേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത് തീരുമാനിക്കുന്നത് നമുക്ക് ആവശ്യമുള്ളത് രീതി നോക്കിയിട്ടാണ്. സോ ഇതിന്റെ സിൻഡിലേറ്റേഴ്സിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വലുതായിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് എന്തൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് കുറച്ച് പറയുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കുക. നമുക്ക് അതിന് എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി ബയോളജിക്കൽ എഫക്റ്റ് ഓഫ് റേഡിയേഷൻ. സോ ബയോളജിക്കൽ എഫക്റ്റ്, ഒരു റേഡിയേഷൻ അടിച്ചാൽ എന്തൊക്കെ ബയോളജിക്കൽ എഫക്റ്റുകൾ ഉണ്ടാവുന്നതാണ്. സോ ഡിലേഡ് എഫക്റ്റ് ഓഫ് റേഡിയേഷൻ ആണെന്നുണ്ടെങ്കിൽ ഹെയർ ഗ്രേ ക്വിക്ലി, നമ്മുടെ മുടിയൊക്കെ നരയ്ക്കും, പ്രീമച്വർ ഏജിങ്, പെട്ടെന്ന് വയസ്സ് തോന്നും, ക്യാൻസർ, സ്കിന്ന്, ലങ് ക്യാൻസർ, ലുക്കീമിയ, ബ്ലഡ് ക്യാൻസർ ഒക്കെ ഉണ്ടാകും, സ്റ്റെറിലിറ്റി, ഇൻഫെർട്ടൈൽ ആകുന്നു, നമ്മുടെ ക്രോമസോംസ് ഡാമേജ് ആവുന്നു, മ്യൂട്ടേഷൻ നടക്കുന്നു. എന്തൊക്കെ നടക്കുന്നു? ഹെയർ ഗ്രേ ക്വിക്ലി, പ്രീമച്വർ ഏജിങ്, ക്യാൻസർ, സ്റ്റെറിലിറ്റി, ക്രോമസോമൽ ഡാമേജ് ആൻഡ് മ്യൂട്ടേഷൻ ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന സ്റ്റോറേജ് ഓഫ് റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് ആണ്. എവിടെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത്? ആൾക്കാർ എപ്പോഴും അവിടെ വിസിറ്റ് ചെയ്യാൻ പാടില്ല. അതുമാത്രമല്ല തിക്ക് ഗ്ലാസ് പ്രൊവൈഡ് സഫീഷ്യൻറ്റ് ഷീൽഡിങ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു തിക്ക് ഗ്ലാസ് ഷീൽഡിങ് ഉണ്ടായിരിക്കണം. ലീഡിങ് ഷീൽഡിങ് പ്രൊട്ടക്ഷൻ ഫ്രം ഗാമ റേഡിയേഷൻ ആണ് ഏറ്റവും പ്രശ്നകാരി. അപ്പോൾ അതുകൊണ്ട് അത്രയും ഒരു ലെഡ് ഷീൽഡിങ് ഉണ്ടായിരിക്കണം. ലെഡ് ഷീൽഡിങ് ഗാമയ്ക്കും, പിന്നെ ഗ്ലാസ് ബേസിക്കലി പ്രിഫർ ചെയ്യാറില്ല, ലെഡ് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. റെഗുലർ ചെക്ക് ഓഫ് റേഡിയോ ആക്ടിവിറ്റി, ഇടയ്ക്ക് നോക്കണം റൂമിനകത്ത് റേഡിയോ ആക്ടിവിറ്റി കാണുന്നുണ്ടോ, ഇത് എന്തെങ്കിലും അൺസ്റ്റേബിൾ ആവുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ ലേബൽ ചെയ്യണം കണ്ടെയ്നേഴ്സ്, ലെഡ് ബ്രിക്സുകൾ വെച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ റിമോട്ട് കോർണറിലായിരിക്കണം, റിമോട്ട് ഏരിയയിൽ ആൾക്കാരൊന്നും എപ്പോഴും വിസിറ്റ് ചെയ്യാത്ത ആൾക്കാർ പോവാത്ത സ്ഥലങ്ങളിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. ഇതൊക്കെ നമുക്ക് ഗ്യാസ് അടിക്കാന്നുള്ള കാര്യമുള്ളൂ. ഇനി ഹാൻഡിൽ ചെയ്യേണ്ടത് ക്യാരിങ് ഇൻ ട്രേ വിത്ത് അബ്സോർബൻ ടിഷ്യൂ പേപ്പർ. സോ നമ്മൾ ട്രേയിലായിരിക്കണം എടുക്കേണ്ടത്. അബ്സോർബൻ ടിഷ്യൂ പേപ്പർ നമ്മൾ എടുത്തിരിക്കണം. റബ്ബർ ഗ്ലൗസ് ഉപയോഗിച്ചിരിക്കണം. പിപ്പറ്റുകൾ മൗത്ത് കൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. മൗത്ത് കൊണ്ട് ഉപയോഗിക്കാണ്ട് നമുക്ക് ബൾബുകൾ വെച്ച് വേണം ഉപയോഗിക്കേണ്ടത്. നമ്മൾ റേഡിയോ ആക്റ്റീവ് എമിറ്റേഴ്സിൽ തൊടുകയോ കൈകൊണ്ട് തൊടാൻ പാടില്ല. ഫോസപ്സ് വേണം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുക. സ്മോക്കിങ്, ഈറ്റിങ്, ഡ്രിങ്കിങ് ഒക്കെ ഒഴിവാക്കുക. പ്രൊട്ടക്റ്റീവ് ക്ലോത്തും ഷീൽഡൊക്കെ യൂസ് ചെയ്യുക. റെഗുലർലി റേഡിയോ ആക്ടിവിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് ബേസിക് ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി ഫാർമസ്യൂട്ടിക്കൽ ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ഐസോട്ടോപ്സ് ആണ്. എന്തൊക്കെയാണ് യൂസ്? ഒന്ന് തെറാപ്യൂട്ടിക് യൂസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ക്യാൻസർ തെറാപ്പിയിലൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്ന സാധനമാണ് റേഡിയോ ഐസോട്ടോപ്സ് അല്ലേ. ഡയഗ്നോസിസ്, നമുക്ക് പലതും ഇപ്പോൾ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാനും, അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങൾക്ക് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം
പല റേസ് ഉപയോഗിച്ച് നമ്മൾ പല ഡയഗ്നോസിങ് ചെയ്യാറുണ്ട്, റിസർച്ച് ഉണ്ട്. സ്റ്റെറിലൈസേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റെറിലൈസേഷൻ ആണ്. നമ്മൾ പല സർജിക്കൽ എക്യുപ്മെൻസും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഈ റേസുകൾ വെച്ചിട്ടാണ് കേട്ടോ. ഇനി റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സ് ഉണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്ന്. കൂടുതലും ഉള്ളിലേക്ക് എടുക്കാനാണ് ഏറ്റവും കൂടുതൽ, അതായത് കഴിക്കുവാണ് ചെയ്യുക. സോ ബേസിക്കലി എല്ലാവർക്കും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പ്രിപ്പയർഡ് ബൈ സയന്റിസ്റ്റ് അറ്റ് ഫെസിലിറ്റി ലൈക്ക് ദ ബാഹ അറ്റോമിക് റിസർച്ച് സെന്റർ, BARC ഉള്ള പോലുള്ള ഫെസിലിറ്റീസിൽ മാത്രമേ ഉണ്ടാക്കുള്ളൂ. ആർക്കും കയറി ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ സപ്ലൈ ടു അപ്രൂവ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലബോറട്ടറി, നമുക്ക് അപ്രൂവ്ഡ് ആയിട്ടുള്ള ലബോറട്ടറിയിലും ഹോസ്പിറ്റലിലും മാത്രമേ ഇത് കൊടുക്കുകയുള്ളൂ. എക്സാമ്പിൾ സോഡിയം റേഡിയോ അയോഡൈഡ് ഇഞ്ചക്ഷൻ, സോഡിയം അയോഡിൻ I131 ക്യാപ്സ്യൂൾസ്, ഇതൊക്കെയാണ് എക്സാമ്പിൾ വരുന്നത്. അതായത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ ഇൻ ദ സെൻസ് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ പ്രിപ്പറേഷനിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഉണ്ടെങ്കിൽ അതെന്തായി റേഡിയോ ആക്റ്റീവ് അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആയില്ലേ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ആപ്ലിക്കേഷൻ ഓഫ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് എന്തൊക്കെയാണ് ഉപയോഗിക്കുക? ഒന്ന് ട്രീറ്റ്മെന്റ് ഡിസീസാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം റേഡിയോ മോളിക്യൂൾസ് തെറാപ്യൂട്ടിക് ഡോസിൽ നമ്മൾ അയണൈസേഷൻ റേഡിയേഷൻ ടു സ്പെസിഫിക് ഡിസീസ് സൈറ്റ്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ക്യാൻസർ തന്നെ, ക്യാൻസറിൻ്റെ സെല്ലിനൊക്കെ ഡാമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു തെറാപ്യൂട്ടിക് ഡോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, റേഡിയോ ലേബിൾഡ് മോളിക്യൂൾസ് കൊടുക്കുന്നു. അതായത് നമ്മൾ തെറാപ്യൂട്ടിക് ഡോസിൽ, അതായത് നമുക്കറിയാം ഇത്ര ഡോസ് കൊടുത്താൽ നമുക്ക് ഓക്കെ ആണ്, ഇതിന് കൂടുതൽ കൊടുത്താൽ ടോക്സിക് എഫക്റ്റ് ആവുമെന്ന് പറയില്ലേ, അതേപോലെ നമുക്കൊരു ഡോസ് ഉണ്ട്, ആ ഡോസിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കൊടുക്കുകയാണ് ചെയ്യുക. നെക്സ്റ്റ് ഡയഗ്നോസ് ഓഫ് ഡിസീസാണ്. സോ ബേസിക്കലി ഓർഗൻസിലേക്ക് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് പോയി ഇരുന്നിട്ട് അവിടെ നിന്ന് ഗാമ റേസ് എമിറ്റ് ചെയ്യുകയും അങ്ങനെ ആ ഓർഗൻസിൻ്റെ ഇമേജുകൾ നമുക്ക് ഗാമ ക്യാമറ വെച്ചിട്ട് എടുക്കും. ഓക്കെ, അതായത് അവരെ കൊണ്ട് കുടിപ്പിക്കുകയോ അല്ലെങ്കിൽ അവരുടെ ഇത് ഇഞ്ചെക്ട് ചെയ്യും. അപ്പോൾ ഈ ഇത് വന്ന് ഓർഗൻസിൽ വന്ന് ഇരിക്കുക ചെയ്യുക, ഓർഗൻസിൻ്റെ അവിടെ നിന്ന് ഗാമ റേസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ആ ഗാമ റേസ് ക്യാമറയിൽ എടുക്കും. അപ്പം ആ ഗാമ റേസ് ഉള്ള ഭാഗങ്ങൾ പിക്ചറായിട്ട് കൺവേർട്ട് ആവും. ഇനി ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാൽഷ്യം CA44ഉം CA45ഉം ബോൺ സ്ട്രക്ചറും ബോൺ ക്യാൻസറും അല്ലെങ്കിൽ ബോൺ ക്യാൻസറിനും പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കൊബാലമൈൻ CO57 പ്രൊനേഷ്യസ് അനീമിയ ഡയഗ്നോസിസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഗോൾഡ് AU198 സൊല്യൂഷൻ ആണ്. നിയോപ്ലാസ്റ്റിക് സപ്രസൻ്റ് ആണ്. അത് നിയോപ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ക്യാൻസർ സപ്രസൻ്റ് ആണ്. എസ്റ്റിമേറ്റ് റെക്ടിക്കുലോ എൻഡോത്തീലിയൽ ആക്ടിവിറ്റീസ്. സോ റെക്ടിക്കുലോ എൻഡോത്തീലിയൽ ആക്ടിവിറ്റി എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഗോൾഡ് സൊല്യൂഷൻ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ഹൈഡ്രോജൻ ആണ്. H2H3 ആണ്. ഡിറ്റർമൈൻ ടോട്ടൽ ബോഡി വാട്ടർ, നമ്മുടെ ടോട്ടൽ ബോഡി വാട്ടർ കൗണ്ട് അറിയാൻ വേണ്ടി H2S3 ഉപയോഗിക്കാം. അയൺ Fe59 ആണ്. ഇൻവെസ്റ്റിഗേറ്റ് അയൺ മെറ്റാബോളിസം, മെഷർ റെഡ് സെൽ ലൈഫ് സ്പാൻ. സോ RBCയുടെ ലൈഫ് സ്പാൻ അറിയാനും അയൺ മെറ്റാബോളിസം അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അയൺ Fe59 യൂസ് ചെയ്യാം. സോഡിയം Na22 ഓർ Na24 ഉണ്ട്. എസ്റ്റിമേറ്റ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ്, നമ്മുടെ ബോഡിയിൽ എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡിനെ പറ്റി അറിയാൻ പറ്റും. നെക്സ്റ്റ് അയഡിൻ ആണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഫംഗ്ഷൻ അറിയാൻ വേണ്ടി I131, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് ഫംഗ്ഷനിങ് അറിയാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ബേസിക്കലി ഒരു 10 മാർക്കിനൊക്കെ വേണമെങ്കിൽ ചോദിക്കാനുള്ള ഉണ്ട് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ഒപ്പാക് കോൺട്രാസ്റ്റ് മീഡിയ ആണ്. അതായത് കെമിക്കൽ കമ്പൗണ്ട് കണ്ടെയ്നിങ് എലമെന്റ് ഓഫ് ഹൈ അറ്റോമിക് നമ്പർ. എല്ലാവർക്കും അറിയാം കോൺട്രാസ്റ്റ് ഉപയോഗിക്കണം, CT സ്കാനിലൊക്കെ ഉപയോഗിക്കണം എന്ന് പറയാറില്ലേ. അപ്പോൾ അതെന്ന് വെച്ചാൽ എന്താണ്, ഇത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ്. സോ കെമിക്കൽ കോമ്പൗണ്ട് കണ്ടെയ്നിങ് എലമെന്റ്സ് ഓഫ് ഹൈ അറ്റോമിക് നമ്പർ ആയിരിക്കും. സ്റ്റോപ്പ് പാസേജ് ഓഫ് എക്സ്റേ അപ്പിയേഴ്സ് ഒപ്പാക് ഓൺ എക്സ്റേ എക്സാമിനേഷൻ. സോ എക്സ്റേസിനെ കടത്തി വിടാതെ എക്സ്റേന്റെ ഇമേജ് എടുക്കുകയാണ് ചെയ്യുക. സോ ഡയഗ്നോസ്റ്റിക് എയ്ഡ് ഇൻ റേഡിയോളജി ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ബേരിയം സൾഫേറ്റ് സസ്പെൻഷൻ ആണ്. ബേരിയം മീൽ ഓർ ഷാഡോ മീൽ യൂസ്ഡ് ആസ് എ ഡയഗ്നോസ്റ്റിക് എയ്ഡ് ഇൻ റേഡിയോളജി. സോ ബേസിക്കലി റേഡിയോളജിയിൽ ബേരിയം മീൽ അല്ലെങ്കിൽ ഷാഡോ മീലൊക്കെ നമ്മൾ പറയുന്നതാണ് കേട്ടോ. ബേരിയം സൾഫേറ്റ് സസ്പെൻഷനെ പറയുന്നൊരു പേരാണ് ബേരിയം മീൽ അല്ലെങ്കിൽ ഷാഡോ മീൽ എന്ന് പറയുന്നത്. ഇത് നമ്മൾ റേഡിയോളജിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡ്രൈ മിക്സ്ചർ ഓഫ് ബേരിയം സൾഫേറ്റ് വിത്ത് സ്യൂട്ടബിൾ അഡിറ്റീവ് ലൈക്ക് കളറിംഗ്, ഫ്ലേവറിംഗ് ആൻഡ് പ്രിസർവേറ്റീവ്. സോ ഇതിന് നല്ല കളറൊക്കെ കൊടുത്ത് നല്ല രുചിയൊക്കെ കൊടുത്ത് ഒക്കെ ഫ്ലേവറിംഗ് ഏജന്റ് ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ബേരിയം സൾഫേറ്റ് മിക്സ് ഉള്ളത് കേട്ടോ. ഡ്രൈ മിക്സ്ചർ ആണ്. കമ്പോസിഷൻ ഇൻക്ലൂഡ്സ് ബേരിയം സൾഫേറ്റ്, സാക്രിൻ സോഡിയം, വനിലിൻ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് ആൻഡ് ഗിവൺ ടു പേഷ്യൻ്റ് ഇമ്മീഡിയറ്റ്ലി. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അവരുടെ അണ്ണാക്കിലേക്ക് തിരികെ കൊടുക്കും ഓട്ടെ. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ബേരിയം സൾഫേറ്റ് സസ്പെൻഷൻ എന്ന് പറയുന്നത്. ഇത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് കേട്ടോ. ഇതൊക്കെ ജസ്റ്റ് നമുക്ക് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇത് ബേരിയം സൾഫേറ്റ് ഉള്ള ഒരു മീലാണ്, ഒരു ഡയറ്റ് ആണ്. അത് നമ്മൾ എന്താണ് സോഡിയം സാക്രിൻ മധുരമൊക്കെ കൊടുത്ത് വെനിലിൻ ടേസ്റ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ അവർ കഴിക്കാൻ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനിയാണ് ഹാഫ് ലൈഫ്. 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദ ടൈം ഇറ്റ് ടേക്കൺ ഫോർ ഹാഫ് ലൈഫ് ദ റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയൈഡ് ടു ഡീകേ ഇറ്റ്
ഇറ്റ് കോൾഡ് ഹാഫ് ലൈഫ്. ഞാൻ ഓൾറെഡി പറഞ്ഞു. ദ ടൈം ടേക്കൺ ഫോർ റേഡിയോ ആക്ടിവിറ്റി ടു ഹാഫ് ഇൻ ദ സെയിം. അത് മാത്രമല്ല റേഡിയോ ആക്ടിവിറ്റി ഹാഫ് ആവുന്നതിനും പറയാറുണ്ട്. ഡിഫറെൻറ്റ് ആർ എ സബ്സ്റ്റൻസ് ഹാവ് ഡിഫറെൻറ്റ് ഹാഫ് ലൈഫ്. എല്ലാ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസിനും ഒരേപോലെ ആയിരിക്കില്ല ഹാഫ് ലൈഫ്, ഓരോന്നിനും ഓരോ രീതി ആയിരിക്കും. സോ സിമ്പിൾ ചാപ്റ്റർ ആണ്. ചുമ്മാ ക്ലാസ് മാത്രം കേട്ടിട്ട് റെഫറൻസ് മാത്രം വായിച്ചാൽ മതി, വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല. അപ്പം നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു. അതിൻ്റെ കൂടെ തന്നെ 2 മെഷർമെൻറ്റ് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ടെക്നിക്സുകൾ നമ്മൾ നോക്കി വെക്കുക. ഇൻസ്ട്രുമെൻറ്റ് പറഞ്ഞു, അത് 2 നോക്കി വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ.